പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ പ്രാർത്ഥന ഈ പൈപ്പിൽ വെള്ളം വരുന്നത് പോലെയാണ്. കഞ്ഞി വെക്കണമെങ്കിലും കാപ്പി അനത്തണമെങ്കിലും വെള്ളം കിട്ടണം. അതുപോലെയാണ് കർത്താവ് പലരും ലിവിങ് ബ്രെഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. ഞാനിപ്പോൾ കുർബാനയ്ക്ക് കയറാൻ പോവുകയാണ്. ആ കുർബാനയും ഞാൻ അങ്ങയുടെ ഈ പ്രാർത്ഥന കൂടുന്ന മക്കൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവേ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടകമ്പോൾ നടത്തുന്നവരെ ഓർത്ത് ഞാൻ വേദനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കട പൊട്ടിപ്പോകാൻ പോണവരുണ്ട്, കടം കയറി മുടിഞ്ഞവരുണ്ട്, ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, മക്കളെ ഓർത്ത് വേദനിക്കുന്നവരുണ്ട്, മക്കൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടു പോയവരുണ്ട്, മക്കൾ പല കാര്യം വിളിച്ചു പറഞ്ഞിട്ട് മാതാപിതാക്കന്മാർക്ക് സഹായിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുള്ളവരുണ്ട്. എന്ത് ചെയ്യുന്നറിയാൻ പാടില്ല, നട്ടം ചെയ്യുന്നവരുണ്ട്, കേസകപ്പെട്ടവരുണ്ട്, പിരിഞ്ഞ് താമസിക്കുന്നവരുണ്ട്, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായി ഞാൻ ആശീർവദിക്കുന്നു. കർത്താവെ, മക്കളില്ലാത്തവരുടെ സങ്കടം നീ കാണണേ. കർത്താവെ, പിരിഞ്ഞ് താമസിക്കുന്നവരുടെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുടെയും കർത്താവെ, പലരെയും വിളിച്ചുകൊണ്ട് പോകേണ്ടി വരും. കർത്താവെ, അവരെ വിളിച്ചുകൊണ്ട് പോകാൻ ഇടയാക്കണേ. ഈശോയെ, അവർ ജീവിത പങ്കാളി അവരെ നിരാകരിച്ച ജീവിത പങ്കാളികൾക്ക് മനസ്സാന്തം ഉണ്ടായി അവരെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകാനോ ഫോൺ വിളിക്കാനോ കർത്താവെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഒന്നും അസാധ്യമില്ലാത്തവനെ, അങ്ങനെ ഒരു നിമിഷത്തെ അഭിഷേകം കിട്ടിയാൽ അങ്ങയുടെ മക്കളെല്ലാം ഐക്യപ്പെട്ട് സ്നേഹപ്പെട്ടുള്ള ചെയ്യാൻ
ഏതെല്ലാം മേഖലകളിലാണ് നിങ്ങൾ വിഷമിക്കുന്നത്, ഏതെല്ലാം വ്യക്തികളെ ഓർത്താണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഏതെല്ലാം വിഷയം ഓർത്താണ് നിങ്ങൾ സംഭ്രമിക്കപ്പെടുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുന്ന അളിച്ചത് കർത്താവ് ഈ കുരിശിൻ്റെ ശക്തിയാൽ, എൻ്റെ പൗരോഹിത്യത്തിൽ 40 വർഷത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, സർവോപരി കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥ നടന്ന ലക്ഷക്കണക്കിന് പ്രാർത്ഥനകളുടെ ശക്തിയാൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമത്തിൽ നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഈശോ തലങ്ങും വിലങ്ങും ആശീർവദിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ ബാക്കിയാണ്. അതായത് പ്രതിഫല, ഞാൻ പറഞ്ഞില്ലേ, ദൈവമായിട്ട് ഒരു ആത്മബന്ധത്തിലെ അനുദിനം പുരോഗമിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ടിപ്പാണ് പ്രതിഫലം പ്രതീക്ഷിക്കാതെ. ലൂക്ക 6:35. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതന്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. ഈ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞല്ലേ, ആ പ്രതിഫലത്തെ കുറിച്ച് മത്തായി ശ്ലീഹ പറയുന്നുണ്ട്. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് നേരത്തെ നമ്മൾ കണ്ടത് എന്താണ്? തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നന്മ ചെയ്യുക, നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. ആ പ്രതിഫലം എവിടെയാണ്? നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചാണ് പറയണത്. അപ്പോൾ ഇതിനകത്ത് ടിപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ മൂല്യം ഉണ്ടാകാൻ വേണ്ടി, നമ്മളെ പരിഗണന അർഹയാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ഒത്തിരിയേറെ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് തിരിച്ചു കിട്ടുക. ഇപ്പം ഈശോ മനുഷ്യന്മാരുടെ കൂട്ടത്തിലേതാണ് അത് പറഞ്ഞത്. അപ്പോൾ തിരിച്ചു കിട്ടുമെന്ന് കരുതാതെ വായ്പ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മൾ ടിപ്സ് എന്ന് പറയണത് നമ്മൾ ദൈവത്തോടും ഇതുപോലെ തന്നെ ആയിരിക്കണം. കാര്യം എന്താണ്? നമ്മളിപ്പോൾ ഓരോ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ നമ്മൾ അനുഗ്രഹിക്കുന്നു, നന്ദി പറയുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിച്ചില്ലേ, നമ്മൾ നന്ദി പറയത്തില്ല. അതിന് പകരം നമ്മൾ വേറെ വല്ലതും പറയും. ഒന്നില്ല മോന്തം കയറ്റെങ്കിലും നടക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയെങ്കിലും കുറക്കും.
അപ്പം ഈ ഐറ്റംസ് ആണുള്ളതെന്നൊക്കെ ദൈവത്തിന് അറിയാം, എല്ലാം അറിയാം. അതുകൊണ്ടാണ് ഇനി ഒരു കാലത്ത് നന്ദി പറഞ്ഞാലും ദൈവത്തിന് അത് പറഞ്ഞാൽ പറയാത്ത ഒരു പോലെ ഇരിക്കണതിൻ്റെ കാരണം, ഇത് കിട്ടാതിരുന്നെങ്കിൽ നീ ദൈവത്തിന് പ്രാർത്ഥനയെങ്കിലും കുറച്ച് തരുന്നേ. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ദൈവതിരുസന്നിധിയിൽ നിന്ന് അഡ്വാൻസ് നിക്ഷേപം ഉണ്ടാകും നമുക്ക്. അതാണ് ഇതിൻ്റെ ടിപ്സ് എന്ന് പറയുന്നത്. അഡ്വാൻസ് സൽപ്രവൃത്തികളായാലും ശരി, പ്രാർത്ഥനാ ജീവിതമായാലും ശരി, സുവിശേഷ കൈമാറ്റമായാലും ശരി, ഒന്നും പ്രതീക്ഷിക്കാതെ. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ തിരിച്ചു കിട്ടുമെന്ന് ഓർക്കാതെ നന്മ ചെയ്യാൻ പറഞ്ഞു. അത് മനുഷ്യരോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ അത് അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിരിപ്പ് വ്യക്തമായില്ലേ? അതേ രീതി തന്നെ നമ്മൾ ദൈവത്തോടും ചെയ്യണം. ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. എന്നാൽ നിങ്ങൾ മൂല്യമുള്ളവരാകുകയും ചെയ്യും. ദൈവം നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യും നിങ്ങളുടെ പ്രാർത്ഥനകളെ. മകന് ഉണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്, സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. 2022 ഒക്ടോബർ 24 ഞാൻ ഉടമ്പടി എടുത്തത്. 2022 ജൂൺ മാസത്തിൽ എൻ്റെ മകന് തുടർച്ചയായി വീഴ്ചയുണ്ടായി. നിന്ന നിൽപ്പൻ പുറകോട്ട് മറിഞ്ഞു വീഴുകയാണ് ഉണ്ടായിരുന്നത്. അതിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും എന്താണെന്ന് ഡോക്ടർമാർക്കത് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല. പിന്നീട് അവൻ്റെ കാലിന് നടക്കാനോ നിൽക്കാനോ പറ്റാത്ത, ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയായി കിടപ്പിലായി. അതിനോടൊപ്പം തന്നെ ഒരാഴ്ചക്കകം യൂറിനും മോഷനും കൺട്രോൾ ഇല്ലാതാവുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒരു സർജറി ചെയ്തതിന് ഫലമായി മോഷൻ കറക്റ്റായി. CT സ്കാൻ എടുത്തപ്പോൾ അവൻ്റെ നട്ടലിന് പൊട്ടലുണ്ടാവുകയും ഞരമ്പ് ക്ഷതം സംഭവിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ടാണ് കാലിനും നടുവിനും വേദന ഉണ്ടായിക്കൊണ്ടിരുന്നത്. അതിന് പിന്നെ ഞങ്ങൾ എറണാകുളത്ത് പോയി സർജറി ചെയ്തു. അതിൻ്റെ ഫലമായി അവന് നടക്കാൻ പറ്റി, പക്ഷേ അവൻ്റെ യൂറിൻ കൺട്രോൾ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. 2 മാസത്തോളം അവൻ കിടപ്പിലായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലം പ്രാർത്ഥിച്ചു. അവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് അവന് നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. 2 മാസം അപ്പോൾ 2 മാസം ആകാറായിട്ടുണ്ടായി. ഞാൻ അപ്പോൾ മാതാവിനോട് ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു. ക്രിസ്തുമസിന് പള്ളിയിൽ പോകുമ്പോൾ ഇവന് ഡയപ്പർ ഉപയോഗിക്കാതെ യൂറിൻ ലീക്കാകാത്ത രീതിയിൽ പോയിട്ട് വരത്തക്ക രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ക്രിസ്തുമസിന് പള്ളിയിൽ പോയി തിരിച്ചു വരുമ്പോഴേ യാതൊരു കുഴപ്പവുമില്ല. അത്ഭുതകരമായി യൂറിൻ കൺട്രോളായി ആ ദിവസം തന്നെ. അന്ന് എനിക്ക് ഉടമ്പടി എടുത്തിട്ട് 2 മാസം തികയുന്ന ദിവസമായിരുന്നു. അങ്ങനെ അത് റെഡിയായി. മാതാവിൻ്റെ അനുഗ്രഹത്തിന് 1000 നന്ദി. എങ്കിലും പിന്നീട് അവന് കാലിന് വേദനയും നടുവേദനയും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും വീണ്ടും മാതാവിനോട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുകയും ചെയ്തു. ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇവന് നടുവിന് ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഉപ്പും തേനും എല്ലാം കൊടുക്കുകയും ചെയ്തിരുന്നു. മറ്റ് മരുന്നുകളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. അതിനുശേഷം കുറച്ച് അസ്വസ്ഥതകളും കൂടെ ഉണ്ടായിരുന്നു. കാലിന് മരവിപ്പ്, വേദന, അതൊക്കെ. ഞാൻ പിന്നെ ഈസ്റ്ററിൻ്റെ സമയമാകുമ്പോഴത്തേക്കും എല്ലാം അസ്വസ്ഥതകൾ മാറണമെന്നും നടുവിൻ്റെ പൊട്ടലിൻ്റെ എല്ലാം റെസ്റ്റിൽ എല്ലാം മാറണമെന്നും പ്രാർത്ഥിച്ചു. അങ്ങനെ ഈസ്റ്റർ കഴിഞ്ഞ് ഞങ്ങൾ MRI സ്കാൻ ചെയ്തു. നട്ടലിൻ്റെ MRI സ്കാൻ ചെയ്തു. യാതൊരു കുഴപ്പവുമില്ല. എല്ലാം നോർമലായി, ശരിയായി വന്നു. ഒരു 10 ഡോക്ടർമാരെയെങ്കിലും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ എല്ലാവരും പിന്നെ കുറേ താമസിക്കും ഇത് ശരിയാകാൻ. ഒരു 6 മാസം, 1 വർഷം, 2 വർഷം കൊണ്ട് ഇത് റെഡിയാകുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഈ 6 മാസത്തിനകം ഒരുവിധം എല്ലാ കാര്യങ്ങളും റെഡിയായി. മറ്റൊന്ന്, എൻ്റെ അമ്മയ്ക്ക് 2 വർഷമായി തലകറക്കമുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് തലകറക്കം ഉണ്ടാവും. പ്രായമായ അമ്മയാണ്. അപ്പോൾ ഡോക്ടറെ കാണിക്കും, മരുന്ന് കഴിക്കുമ്പോൾ അത് മാറും, പിന്നെയും വരും.
അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി അമ്മയ്ക്ക് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ഫലമായി ഈ തലകറക്കം തീർത്ത് മാറണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇപ്പോൾ ഒരു 2 മാസത്തോളമായി അമ്മയ്ക്ക് തലകറക്കമില്ല. പിന്നെ ഒരു കാര്യമുള്ളത്, എൻ്റെ സഹോദരനൊരു വസ്തു വിൽപ്പനയ്ക്ക് 4 വർഷമായിട്ട് അവർ വിൽക്കാൻ നോക്കുകയായിരുന്നു. അത് നടന്നിരുന്നില്ല. ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് അവർക്ക് കൊടുത്തിട്ട് അവർ പറമ്പിൽ 4 മൂലയ്ക്ക് വിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ഫലമായി 1 മാസത്തിനകം അവരുദ്ദേശിച്ചതിലും നല്ല വിലയ്ക്ക് വിൽക്കുവാനും സാധിച്ചു. ഇതുകൂടാതെ വളരെയധികം അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാൻ ബന്ധുക്കളായ ആൾക്കാർക്കൊക്കെ ഈ നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും അവർക്കതിൻ്റെ ഫലം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. കുമരകത്തു നിന്ന് വരുന്നു. എൻ്റെ ഇടവക വള്ളാറ പുത്തൻപള്ളിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 27-ാം തീയതിയായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 2005 എൻ്റെ നാത്തൂൻ, എൻ്റെ ഹസ്ബൻഡ് സിസ്റ്റർ അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഫയൽ ചെയ്തിരുന്നു. അത് സാധാരണയായി ഒരു 10-12 വർഷം കൊണ്ട് സാധാരണയായിട്ട് പോകാൻ സാധിക്കും. പക്ഷേ അത് കോവിഡ് കാരണവും മറ്റു പല കാരണങ്ങൾ കാരണവും അത് ഞങ്ങൾക്ക് 18 വർഷമായിട്ടും പോകാൻ സാധിച്ചിരുന്നില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ലാസ്റ്റ് നവംബറിൽ ഞങ്ങളെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതുപോലെ ആ സമയത്ത് എൻ്റെ മൂത്ത മോന് 21 വയസ്സായിരുന്നു. സാധാരണയായിട്ട് 21 വയസ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 പേർ കൂടെ ഒരുമിച്ച് വിസയിൽ സ്റ്റാമ്പ് അപ്രൂവ് ചെയ്ത് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഉടമ്പടി എടുത്തത് കാരണവും അതുപോലെ മാതാവിൻ്റെ അടുത്ത് എത്രമാത്രം കൊന്ത ചെല്ലാൻ പറ്റുമോ അത്രമാത്രം കൊന്തയും അതുപോലെ ബൈബിളും സ്ഥിരമായിട്ടും അരമണിക്കൂറൊന്നും അല്ല അതിൽ കൂടുതൽ വായിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് 5 പേർ കൂടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഈ മെയ് 17-ാം തീയതി ഞങ്ങൾ 5 പേരൂടെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററിന് 9 വർഷമായിട്ട് എൻജിനീയറിങ് കഴിഞ്ഞ് വെച്ചിട്ട് PhD എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 2 വർഷമായിട്ട് അവളുടെ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുന്നില്ലായിരുന്നു. ഇവിടെ എൻ്റെ സിസ്റ്ററിനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നിർബന്ധിച്ചു. അവൾ നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിനുശേഷം അവ പേപ്പർ വർക്ക് ഫാസ്റ്റപ്പ് ആകുകയും ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ 12-ാം തീയതി അവൾക്ക് PhD കംപ്ലീറ്റ് ആക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ ഭാര്യ സൗദിയിൽ നേഴ്സായിരുന്നു. അവൾ 6 മാസം മുൻപേ അവിടുന്ന് റിസൈൻ ചെയ്ത് പോരുകയും പിന്നെ ഫാമിലിയായിട്ട് ഒരുമിച്ച് ലണ്ടനിലേക്ക് പോകാനുള്ളൊരു പ്ലാനുമായിരുന്നു. അവൾക്ക് വേണ്ടി ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിൽ എഴുതി വെക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ ഏപ്രിൽ 3-ാം തീയതി അവൾക്ക് ലണ്ടന് പോകാൻ സാധിക്കുകയും ഇനിയിപ്പം പിള്ളേരുടെയും ബ്രദറിൻ്റെയും പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇതുകൂടാതെ എനിക്ക് ഒത്തിരി പേപ്പർ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തരികയും ഫലങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ്. ആ സമയത്തെല്ലാം ഈ ഉടമ്പടിക്കാശുരൂപവും വെച്ച് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഇൻ്റർവ്യൂവിന് പോയ സമയത്തും അനീത്തയുടെ ഓരോ പേപ്പർ വർക്കിൻ്റെ സമയത്തും ഈ ഉടമ്പടി പേപ്പർ വെച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പും ഇട്ട് അങ്ങനെയുള്ളതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും കിട്ടുകയും ചെയ്തു. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു. 2020 ജനുവരി 2-ാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വരാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഞാൻ പല ധ്യാനകേന്ദ്രത്തിൽ പോയിട്ടുണ്ട്, അവിടെ പോയി താമസിച്ച് ധ്യാനിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്കിവിടെ വരാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ എന്നെ ഇവിടെ 2-ാം തവണയാണ് എന്നെ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തിയത്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് എനിക്ക് കുഞ്ഞിനെ ലഭിച്ചതും OET പാസ്സായതും ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നത്.
എൻ്റെ അപ്പനും അമ്മയും രോഗികളാണ്. എൻ്റെ അപ്പൻ ഡയാലിസിസ് പേഷ്യൻ്റാണ്, 8 വർഷത്തോളം ഡയാലിസിസ് ചെയ്യുന്നു. എൻ്റെ അമ്മ ഒരു ലിവർ സിറോസ് പേഷ്യൻ്റാണ്, 5 വർഷമായി ഡയഗ്നോസ് ചെയ്തിട്ട്. വല്ലാത്തൊരവസ്ഥയായിരുന്നു വീട്ടിൽ. രണ്ടുപേരെയും മാറി മാറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകായിരുന്നു. അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ഞരമ്പുകളൊക്കെ പ്രഷർ കൂടി അന്നനാളത്തിൽ ചെറിയ ഞരമ്പുകളൊക്കെ പൊട്ടി ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ICUലൊക്കെ മിക്കപ്പോഴും അഡ്മിറ്റ് ആക്കുമായിരുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കുറേ തവണ വിധേയമായിട്ടുണ്ട്. എൻ്റെ അമ്മ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കുറേ തവണ വിധേയമായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് ആ ഞരമ്പുകളൊക്കെ പൊട്ടിയ ഞരമ്പുകൾ ബാൻഡ് ചെയ്തിരുന്നു. എന്നിരുന്നാലും വീണ്ടും വേറെ സ്ഥലത്ത് ഞരമ്പുകൾ പൊട്ടി വീണ്ടും ICUൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2022 മെയ് മാസത്തിൽ എനിക്ക് അമ്മയെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അന്നേരം അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് സൈത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയി നെഞ്ചിന് താഴെ പുരട്ടണമെന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് അമ്മ പുരട്ടി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അമ്മയ്ക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് അതിനു മുമ്പ് എൻ്റെ അമ്മയ്ക്ക് വീട്ടിലെ ജോലികൾ പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ തളർന്ന് കിടക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അമ്മയ്ക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ പറ്റി. അമ്മ തന്നെ പറയും എനിക്കൊരുപാട് മാറ്റം വന്നു, എനിക്കിപ്പോൾ ആശ്വാസമുണ്ട്, ഒരുപാട് ആശ്വാസമുണ്ട്. നേരത്തെ ബസ്സിൽ പോലും യാത്ര ചെയ്യാൻ പറ്റാതിരുന്ന അമ്മ ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്തു തുടങ്ങി. ഇപ്പോൾ 1 വർഷമായിട്ട് അമ്മേനെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയിട്ടില്ല. HB ഒക്കെ 8 താഴെയാവുമായിരുന്നു. 8ഉം ബ്ലഡൊക്കെ ഒമിറ്റ് ചെയ്ത് 5 വരെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അമ്മയ്ക്ക് HB 10 കൂടുതലുണ്ട്. അമ്മയ്ക്ക് എല്ലാ പണികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ അമ്മയ്ക്ക് കാലിൽ വെരിക്കോസ് വെയിൻ മൂലം അവിടെ നീര് വന്ന് ഭയങ്കര വേദനയായിരുന്നു, സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അത് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ സർജറി കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അമ്മയുടെ കാലിൻ്റെ അവിടെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മ സർജറി കൂടാതെ തന്നെ ഇത് സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ പിന്നീട് ഞാനും മറന്നു, അമ്മയും മറന്നു ആ കാര്യം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് അമ്മ തന്നെ പറഞ്ഞു, എടി എനിക്ക് അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ നീരൊക്കെ ചുങ്ങിപ്പോയി, വേദനയൊന്നുമില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അതും അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ്. പിന്നെയുള്ള എൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷിയാണ്. കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞ 6 മാസത്തൊട്ട് എക്സീമ എന്ന രോഗം ഉണ്ടായിരുന്നു. വളരെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നായിരുന്നു അവന്. പലപ്പോഴും മുഖത്തൊക്കെ 2 കവിളിലും ചൊറിഞ്ഞ് പൊട്ടിച്ച് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തായിരുന്നു. പല ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു. അവരൊക്കെ സ്റ്റീറോയിഡാണ് തന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ സ്റ്റീറോയിഡ് കുഞ്ഞുങ്ങൾക്ക് അത്ര നല്ല കാര്യമല്ലാത്തതുകൊണ്ട് അത് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അടുത്ത് ഹോമിയോയിൽ പോയായിരുന്നു. ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കുറേ നാൾ ചെയ്തിട്ടും അതിന് ഒരു മാറ്റവും വന്നില്ല. അത് ആ അവസ്ഥയിൽ തന്നെ നിന്നു. പിന്നീട് ആൻറ്റി ആ കസിനും കാനഡയിൽ നിന്ന് ക്രീം തന്നായിരുന്നു. അത് പുരട്ടി ആശ്വാസം കിട്ടിയിരുന്നെങ്കിലും പക്ഷേ പൂർണ്ണമായിട്ട് അത് മാറുന്നില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുളിപ്പിക്കുമ്പോഴൊക്കെ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു, ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതുകൂടാതെ തൈലം കുഞ്ഞിൻ്റെ നാവി പുരട്ടുമായിരുന്നു എല്ലാ ദിവസവും. കാരണം അവന് അലർജി ഉണ്ടായിരുന്നു, ഫുഡിനോടൊക്കെ ഭയങ്കര അലർജി ആയിരുന്നു. പശുവും പാല്, ബീഫ്, ക്രീം ഐറ്റംസ് ഒന്നും കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. മിക്ക ഫുഡുകളോട് അലർജി ആയിരുന്നു. ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ മുഖമൊക്കെ ചൊറിഞ്ഞ് പൊട്ടിച്ച് 2 കവിളിലും വീണ്ടും വെള്ളം ഒലിക്കുമായിരുന്നു. അപ്പോൾ ക്രീം കൊണ്ടും അതൊന്നും സഹായിച്ചിരുന്നില്ല. അപ്പോൾ ഡെയിലി നാവിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തൈലം പുരട്ടി പ്രാർത്ഥിച്ച് ഇപ്പം കുറേ നാളായിട്ട് ഇപ്പം എല്ലാം കൊടുക്കുന്നുണ്ട്, ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവനൊരു കുഴപ്പവും ഇല്ല. ഇപ്പം ഞാൻ മറന്നാലും അവൻ തന്നെ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടി, ഉടമ്പടി തൈലം എടുക്കുമ്പോൾ തന്നെ അവൻ എൻ്റെ അടുത്ത് വന്ന് നാക്ക് നീട്ടിത്തരും, എനിക്കിത് വേണമെന്നും പറഞ്ഞ്. അങ്ങനെ അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് ഓർത്ത് ഞാൻ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് മഞ്ജു ചാക്കോ.
ഞാൻ കുവൈറ്റിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരി ഇത്തിത്താനത്ത് നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് തന്നെ എനിക്ക് ഈ സന്നിധിയിൽ തിരുക്കുമാരൻ്റെയും അമ്മയുടെയും മുമ്പിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയും അനുഗ്രഹം ലഭിച്ചതിന് അമ്മയും മാതാവിനോട് തിരുക്കുമാരനോടും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട് മെയ് 7, 2022 അത് എടുക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ നേരിലാണ് ഞാനത് എടുക്കാനായിട്ട് തീരുമാനമെടുത്തത്. പക്ഷേ ദൈവമാതാവിൻ്റെ കൃപ കൊണ്ട് പറയട്ടെ, അന്ന് ഞാൻ എന്ന് ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ചോ അന്ന് തന്നെ ആ പ്രശ്നം അവിടെ സോൾവ് ആവുകയും എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ തന്നെ വിളിച്ച് പറയുകയും ചെയ്തു. ശരിക്കും അതൊരു ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ മാതാവ് അത് ഇടപെട്ടുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് അന്ന് തന്നെ ആ പ്രശ്നം സോൾവായി. അപ്പോൾ അന്ന് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അത് ഞാൻ കുവൈറ്റ് വെച്ചാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷമായിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ രാവിലെ എണീറ്റ് 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും എൻ്റെ ഇടത് കയ്യിൽ മസിൽ കയറും ഈ ഓരത്തിലായിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ എപ്പോഴും മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ എനിക്ക് അമ്മയുടെ മുമ്പിൽ കരമുയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കണം. അതിന് അമ്മയുടെ ഒരു കൃപയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കത്തുള്ളൂ. ഞാനപ്പോൾ ഉടമ്പടി തൈലം പുരുഷി ഞാനാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥിക്കും.